Hi all, welcome back to Mymuzzspace. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയരിയില്ലേ അത് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലക്കൂട്ടിലുള്ള ഇത്രയും ഐറ്റംസും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് നെയ്യും ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മസാല കൂട്ടുകൾ അതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നെയ്യ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് നെയ്യ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അരി ചേർത്ത് കൊടുത്തു. അരിയോ ചേർത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ പാകത്തിന് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒന്ന് അതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്, കൂടിപ്പോവരുത്. അതിന് ശേഷം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം അല്ല, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം അരിയുടെ തൊട്ട് മേളിൽ വരെ നിൽക്കാൻ പാകത്തിനുള്ള ഒരു ലെവലിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല, കറക്റ്റ് ആ ഒരു ലെവലിൽ അരിയുടെ തൊട്ട് മേളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മളൊന്ന് തള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തള വരും. തള വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുക്കർ നമുക്ക് അടച്ച് വെക്കാം, ലോക്കിടാം. അതിന് ശേഷം ഒരു വിസിലിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കറക്റ്റ് ഒരു വിസിൽ കേട്ടോ. ഒരു വിസിലും ഒരു 5 മിനിറ്റും കൂടി നമ്മൾ വെച്ചേക്കുക. അതിന് ശേഷം അപ്പം തന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിൽ കിട്ടും. കുഴഞ്ഞിട്ടുണ്ടാവില്ല, ഒത്തിരി വെന്ത് പോയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ മുട്ട ഒഴിച്ചു എടുക്കുന്നത്. അത് നന്നായിട്ട് പൊരിച്ചെടുക്കുക, ചിക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തേതും ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതേ നമ്മുടെ സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാല, ഗരം മസാല. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്. നമ്മുടെ ഗരം മസാല ചേർത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിങ്ങനെ വിതറിയാൽ മതി കേട്ടോ. നമുക്ക് ഇത് ഇത്തിരി എരിവുള്ള ടൈപ്പ് റൈസാണ്, അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കലക്കി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിന് കളറ് റെഡി ആയിക്കോളും. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ലെയറായിട്ട് എന്തോരമാണോ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് ലെയർ ചേർത്ത് കൊടുക്കാം, ചോറ് ചേർക്കാം. അതിനുശേഷം ഇതുപോലെ കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി അതെല്ലാം വിതറി ലാസ്റ്റ് ഫൈനൽ നമുക്ക് മുട്ട വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നിർത്താം. അത്രയേ ഉള്ളൂ, വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല. ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് വെറൈറ്റി കിഡു ടേസ്റ്റിൽ നമുക്കൊരു റൈസ്, മസാല എഗ് റൈസാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തത്.
അപ്പോൾ നല്ല മസാലയുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. കുരുമുളകൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല ഒരു സ്പൈസി ടൈപ്പ് റൈസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയും ഐറ്റംസ് മതി, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. റേഷൻ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ അരി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആ മസാല കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്കിത് റേഷൻ അരിയുടെ മണമോ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും കിട്ടില്ല. ഈ മസാലയുടെ ടേസ്റ്റും എഗ്ഗിൻ്റെ ടേസ്റ്റുമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇച്ചിരി നാരങ്ങാച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.